Good afternoon, all. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, let's start here. Three photo. Okay, ma'am. 1 minute. Okay, ma'am. തുടങ്ങട്ടെ. Yeah. Oh, dear God, we thank you for the earth so far, the trees that sway, the flower that share, the sun that shine, the rain that fall, the beauty of nature. Oh, dear God, we thank you for the earth. Help us care for this world we live and all its creatures that God gives. May we respect and preserve with care the wonder of nature that always there. Oh dear God, we thank you for the earth. മാം ഞാനിത് എഴുതിയതാണ്. Okay. Very good. താങ്ക് യു മാം. Okay. ഇപ്പൊ ടാലന്റഡ് ആണല്ലോ എല്ലാവരും. എല്ലാവർക്കും ഹിഡൻ ടാലന്റ് ഉണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് പതുക്കെ പതുക്കെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാം. Yeah, next thought of three or sign in. Thought of the day ഞാനാണ്. Anyone who has never made a mistake has never tried anything new. Albert Einstein. Yeah, okay. സൈനിങ് ഞാനാണ് മാം, മൂസിന. Okay. ഞാൻ പഠിച്ചെന്നുള്ള പാഠപുസ്തകത്തിലൊരു കവിതയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ. വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരനോവുന്നു മായുമ്പോൾ ആരു നിനക്കി നിറമേകി ആരു നിനക്കി നില നൽകി എന്നെ കൂടി വിളിക്കാമോ നിന്റെ അരികയിരുത്താമോ താഴത്തേക്ക് വരുന്നില്ലേ തന്നെ ഇരുന്നാൽ മുഷിയില്ലേ ആരു നിനക്കൊരു കഥ പറയാൻ ആരുണ്ടവിടെയൊരുമ്മ തരാൻ വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും വാർമഴവില്ലേ മായല്ലേ അഴകിൻ തല്ലേ പോകല്ലേ. താങ്ക് യു. Okay. Yeah. Very good. പിന്നെ എന്താണ്, ഞാനിപ്പോ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലേ, പെട്ടെന്ന് ഞാൻ വരുന്നുണ്ട്. വന്നോളൂ മാം. അതെ അതെ, ഇംഗ്ലീഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, ബോറിംഗ് ആണോ? ഇടക്കിടക്ക് വരുമ്പോ അതെ, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇടക്ക് ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ മാത്സ് ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചറോ ക്ലാസ്സിൽ കയറുമ്പോ ടീച്ചറാണല്ലോ നമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പറയാത്ത ആരുമില്ല, ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ ഞാൻ കയറി വരുമ്പോ നിങ്ങൾക്ക്? അല്ല, എന്നാ വെറുതെ എന്നാ എന്നോട് നിങ്ങൾ അങ്ങനെ പറയുന്നല്ലേ, സത്യം പറയൂ. എനിക്ക് വിഷമം. അന്നത്തെ പോലല്ലോ ഇന്ന്, ഇപ്പൊ കുറച്ചൊക്കെ മെച്ചൂരിറ്റി വന്നില്ലേ? കുറച്ചൊക്കെ ബോധം വെച്ചു അല്ലേ? അന്ന് ബോധം ഉണ്ടായില്ല, എന്ന് ബോധം വെച്ചു. അങ്ങനെയാണോ? അതെ മാം. പിന്നെ ഇംഗ്ലീഷിനോടുള്ളൊരു പേടിയും മാറണ്ടേ മാം? ഇഷ്ടത്തോടെയാണ് പഠിക്കുന്നത്. എന്തോ? അന്ന് ഇഷ്ടത്തോടെ അല്ലല്ലോ സ്കൂളിൽ പോകുന്നത്, പക്ഷെ ഇപ്പൊ ഇഷ്ടത്തോടെ പഠിക്കുന്നതല്ലേ, സ്വയം പഠിക്കാൻ തീരുമാനിച്ചു വന്നതല്ലേ. അത് അന്ന് ഇഷ്ടത്തോടെ പോവാത്തോണ്ടാണ്, മനസ്സിലായോ? അതെ അതെ, അന്ന് ഇഷ്ടത്തോടെ പോകാത്തോണ്ടാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. അതെ അതെ, അന്ന് പഠിക്കേണ്ടത് ഇപ്പൊ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ, ഇപ്പൊ പഠിക്കേണ്ട ഇപ്പൊ തന്നെ ഇങ്ങനെ പഠിച്ചു പോവാ, പിന്നത്തേക്ക് ഒന്നും വെക്കേണ്ട. ഞാൻ മോളടുത്ത് പറയാറുണ്ട്. അത് പക്ഷെ മനസ്സിലാവില്ല, അവരോട് പറഞ്ഞത് അവർക്ക് മനസ്സിലാവില്ല. എല്ലാവരും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാ പഠിക്കാം അല്ലെ, അനുഭവങ്ങളിൽ നിന്നാ പഠിക്കുന്നത് എല്ലാവരും. അതൊക്കെ തന്നെയാ. നമ്മളോട് ഇത് ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെ, നമുക്കതൊന്നും നമ്മുടെ കയ്യിൽ അതൊന്നും കേറില്ലല്ലോ അല്ലെ. ഇപ്പൊ മനസ്സിലായി. പിന്നെ എന്താണ്, അഡ്ജക്റ്റീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു അല്ലെ, ഒരു ദിവസം കൊണ്ട് ചാപ്റ്റർ ആണ് കഴിഞ്ഞു.
ഡൗട്ട് ഉണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തോ? എങ്ങനെയുണ്ടായി? ഓക്കെ ആണോ? പറയൂ. കുഴപ്പമില്ല മാം, ഓക്കെയാണ്. ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണോ? ഓക്കെയാണ് മാം. ഓക്കെയാണ്. ഡൗട്ട് മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നോ? എന്തോ? മോക്ക് ടെസ്റ്റ് വന്നിരുന്നോ? കണ്ടില്ല. മോക്ക് ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ, അറ്റൻഡ് ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യൂ. ചെയ്യാറുണ്ടോ നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പില്? ആക്റ്റീവ് ആയോ ഗ്രൂപ്പ്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, എല്ലാരും അതിൽ സംസാരിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കണ്ടിന്യൂ ചെയ്യാട്ടോ. മാക്സിമം കമ്പനി അടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇതിലൊക്കെ പറയൂ. ചുമ്മാ നമ്മുടെ പൊതുവെ ഒരു റൂമർ ഉണ്ടല്ലോ അല്ലെ, പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ പറയുന്നത് എന്തൊക്കെയാണ് അല്ലെ, അങ്ങനെയൊക്കെ ചുമ്മാ ഇതിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കൂ ഗ്രൂപ്പില്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ബോണ്ടിങ് വരട്ടെ. അപ്പൊ ഞാനായിട്ട് എങ്ങനെയാണ്? ഓക്കെ ആണോ? ബോണ്ടിങ് ഉണ്ടോ? ഓക്കെയാണ് മാം. ഓക്കെയാണ് മാം. ഓക്കെ, താങ്ക് യു. എന്നിട്ട് ക്ലാസ് എടുക്കണോ? ഞാൻ ക്ലാസ് എടുക്കണോ? എടുക്കണം. പഠിക്കാൻ റെഡിയാണ്. ഓക്കെ, മിക്കവാറും ഇംഗ്ലീഷ് വേഗം തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി പഠിക്കാമല്ലോ ആദ്യം തൊട്ട്. അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ക്ലാസ്സിൽ. ഇംഗ്ലീഷ് ആദ്യം തീരുന്നു. കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ അധികം വർത്താനൊന്നും പൊതുവെ പറയാറില്ല ക്ലാസ്സിൽ. കാരണം ഇംഗ്ലീഷ് പെട്ടെന്ന് സ്പീഡിൽ പോകാൻ പറ്റില്ല. ചിലപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ടൈം വരുമ്പോ അങ്ങനെ ഓടിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. വേറെ ചാപ്റ്റർ പോലെ അല്ല, അത് ജസ്റ്റ് വായിച്ചു വെക്കാൻ അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോകാൻ വെക്കാം. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല, മനസ്സിലാക്കി തരണം ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ മാക്സിമം സംസാരം കുറവും ക്ലാസ് കൂടുതലാണ്, അതുകൊണ്ട് വേഗം തീരാറുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ദെൻ ക്ലാസ്സിലേക്ക് പോകാനുണ്ട്. കുറച്ച് ടൈം ക്ലാസ് എടുക്കാം. ദെൻ ആഡ്വേർബ് ആണ്. അഡ്ജക്റ്റീവ് പറഞ്ഞു, ആഡ്വേർബ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. എന്താണ് ആഡ്വേർബ് എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. അഡ്ജക്റ്റീവിന്റെ പോലെ തന്നെയാണ്. അഡ്ജക്റ്റീവില് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അഡ്ജക്റ്റീവ് മനസ്സിലായി കഴിഞ്ഞാൽ അഡ്വേർബ് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ അല്ലേ? ക്ലിയർ? she dances very beautifully എന്ന് പറയാണ്. അതൊരു അഡ്വേർബ് അല്ലേ? ഡാൻസിനെ കുറിച്ചല്ലേ പറഞ്ഞേ? സെന്റൻസിൽ വെർബ് ഉണ്ടോ നോക്കാം. ചെയ്യേണ്ട അത്രേ ഉള്ളൂ. സെന്റൻസിൽ വെർബ് ഉണ്ടോ, ആ വെർബിനെ കുറിച്ചിട്ടാണോ സെന്റൻസിൽ പറയുന്നത് എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അഡ്ജക്റ്റീവ് ആണോ അഡ്വേർബ് ആണോ എന്ന്. ഓക്കെ, she learning English very easily. She learning English easily. എന്താണ്? അഡ്വേർബ് ആണോ? അതെ. ഈസിലി എന്ന് പറയുന്ന വേർഡ് ആണ് അവിടെ അഡ്വേർബ്. മനസ്സിലായോ? ഇനി they speak English fluently and so easily എന്നാണെങ്കിൽ ഫ്രേസസ് ആണോ മാം? ഫ്രേസ് ആണ്. അപ്പൊ എന്ത് ഫ്രേസ് ആണ്? അപ്പോ ആഡ്വർബ് ഫ്രേസസ്. ആഡ്വർബ് ഫ്രേസ് ആണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മിസ്, ഇപ്പൊ ഈ അഡ്ജക്റ്റീവ് ഫ്രേസും ഇതും തമ്മിലുള്ള ഇതെന്താ വ്യത്യാസം? എന്താ പറയാം. ഓക്കെ, ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അഡ്ജക്റ്റീവും ഇപ്പോ ഫ്രേസ് ക്ലോസ് ഇതൊക്കെ എന്താണ് ഒന്ന് റീമൈൻഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീമൈൻഡ് ചെയ്യാം. ഓക്കെ, കൂടെ വേണമെങ്കിൽ അഡ്വേർബും പറയും. മനസ്സിലായോ? ആരാ പറയാ? ഞാൻ പറയാം ഓർക്കാൻ വേണ്ടി. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് നൗണിനോ പ്രോണോനോ പകരമായിട്ട് ഏതെങ്കിലും ഒരു ഇത് ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ വേണോ മാം? ഇപ്പം ഷീസ് എ കൈൻഡ് ലേഡി, അതിലെ കൈൻഡ് അഡ്ജക്റ്റീവ്, ലേഡി നൗൺ.
പിന്നെ ഹീസ് ദ ക്ലേവറസ്റ്റ് ബോയ്. അതിൻ്റെ അകത്ത് ക്ലേവറസ്റ്റ് എന്നുള്ള അഡ്ജക്റ്റീവും ബോയ് നൗണും. ഓക്കെ അല്ലേ? പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൊണ്ട് മോഡിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പം എന്താ, ഷീസ് അല്ല അത് വേണ്ട, ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻഡ് മെയ്ഡ് നെക്ലേസ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ബ്യൂട്ടിഫുള്ളും ഹാൻഡ് മെയ്ഡ് ഒന്നിലധികം വാക്കുകൊണ്ട് മോഡിഫൈ ചെയ്തു. അതുപോലെ പിന്നെ ഏതായിരുന്നു ഇത് അഡ്ജക്റ്റീവ് ക്ലോസ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചാണെങ്കിൽ ദാറ്റോ വിച്ചോ ഹൂവോ ഹൂമോ വെയറോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. അതായത് ഒരു എക്സാമ്പിള്, ദ ബുക്ക് ദാറ്റ് ഐ റീഡ് ലാസ്റ്റ് നൈറ്റ്. അതിലെ ദാറ്റ് വന്നിട്ടുണ്ടല്ലോ, അതപ്പോൾ റിലേറ്റീവ് പ്രോണൗൺ ആണ്. പിന്നെ ദ ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലീഷ്യസ്. അതിൻ്റെ അകത്ത് ദാറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ്. ഇത് മൂന്നല്ലായിരുന്നോ പഠിപ്പിച്ചത്? ഓക്കെ, ശരിയാണോ? നിത്യ പറഞ്ഞ ശരിയായിരുന്നോ? കറക്റ്റ് ആണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ്? കേട്ടവര് നിങ്ങളല്ലേ, പറയൂ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി മനസ്സിലായത് എന്താണോ പറയുന്നുണ്ടോ? ഓ, നിത്യ പറഞ്ഞ പോലെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പൊ ആഡ്വേർബ്. അപ്പൊ എന്തായിരിക്കും ആഡ്വേർബ്? ഞാനിവിടെ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിലുള്ളത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഒന്ന് ക്ലാസ് എടുത്ത ആരെങ്കിലും കിട്ടോ? ലക്ഷ്മി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മള് അഡ്ജക്റ്റീവ് പഠിച്ചത് എന്താണോ അത് നമുക്ക് വെർബിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ അവിടെ നൗണിനെ ആണെങ്കിൽ ഇത് സെയിം തന്നെയാണ്, ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അഡ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണെന്ന് പഠിച്ചാൽ ഇവിടെ നേരെ തിരിച്ച് പഠിക്കുക, വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്വർബ് എന്ന് പഠിക്കുക. വെർബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നൗൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ വെർബ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി. ഫോർ എക്സാമ്പിൾ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇങ്ങനെ അയാളുടെ ആക്ഷൻസിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുക. അപ്പൊ വെർബിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ എന്താണോ ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. പിന്നെ അവിടെ നമ്മൾ പഠിച്ചു അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പഠിച്ചപ്പോ ഒരു വ്യക്തിനെ, അതായത് നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒന്നോ ഒന്നിൽ കൂടുതലോ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഫ്രേസസ് എന്ന് പറയുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചു പറയാം. നമുക്ക് അയാളുടെ പ്രവൃത്തിയെ, അയാളുടെ ആ ഒരു ആക്ഷനെ ഒന്നോ അതിൽ കൂടുതലോ ഫ്രേസസ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹിസ് വോയിസ് ഈസ് വെരി സ്വീറ്റ് ആൻഡ് മെലോഡിയസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു വോയിസ് അല്ലെങ്കിൽ അയാളുടെ ഒരു സിംഗിങ്ങിനെ എന്ന ആക്ഷനെ നമ്മൾ മെലോഡിയസ് എന്നും സ്വീറ്റ് എന്നും രണ്ട് വേർഡ് ഉപയോഗിച്ചിട്ടാണ് അയാളുടെ പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ വന്നതുകൊണ്ട് അത് ആഡ്വർബ് ഫ്രേസസ് എന്ന് നമുക്ക് പറയാം. പിന്നെ ക്ലോസും നമ്മൾ പഠിച്ചതാണ്. ഒരു ക്ലോസ് തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രോനൗൺ വെച്ചിട്ടാണെങ്കിൽ അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. ഇവിടെ നമുക്ക് ദാറ്റ് അല്ലെങ്കിൽ ഹൂ, ഹൂസ് എന്നുള്ളത് മിസ്സേ ഒരു മിനിറ്റ് കേട്ടോ, എന്റെ മോന് വന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ് മാം. ഇവിടെ പ്രോനൗൺ ആണോ നോക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ മാം, അത് മാത്രം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആഡ്വേർബ് എന്താണ് പറഞ്ഞു? വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ആഡ്വേർബ്. അത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ആഡ്വേർബ് ഫ്രേസ് ആണ്. ഇനി ക്ലോസ് എന്താണെന്ന് അറിയണം. നമ്മൾ അഡ്ജക്റ്റീവിൽ പറഞ്ഞ പോലെ അഡ്ജക്റ്റീവില് റിലേറ്റീവ് പ്രൊണൗൺ വെച്ചിട്ടാണ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സബോർഡിനേറ്റീവ് കൺജങ്ഷൻസ് വെച്ചിട്ടാണ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഏതൊക്കെയാണ് എന്ന് നോക്കണം. ഒരുപാടുണ്ട്. ഓക്കെ, നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ പോലെ 5ഓ 6ഓ അല്ല, ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട്. കുറച്ച് കൺജങ്ഷൻ ഞാൻ നോട്ടിൽ പറയുന്നുണ്ട്. ബിഫോർ, ആഫ്റ്റർ, till, until, when, whenever, while, where, when,
wherever, when, because, as, since, so, that, in order to, if, unless, in case, though, although, even though, as if, as like, അങ്ങനെ കുറെ എക്സ്ട്രാ ഒരുപാടുണ്ട്. ഇതിൽ തന്നെ റിലേറ്റീവ് പ്രോണൗൺ ചിലപ്പോൾ കയറി വരാം. മനസ്സിലായോ? അതിപ്പോ ഒരു കൺജക്ഷൻ ആയിട്ട് പറയാം. ദാറ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കൺജക്ഷൻ ആയിട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ടത് ഞാൻ അഡ്ജക്റ്റീവ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. സെന്റൻസ് തരുമ്പോ ആ സെന്റൻസ് എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. വെർബിനെ കുറിച്ചാണെങ്കിൽ അത് ആഡ്വേർബ് ആണ്. ഇനി അത് ഫ്രേസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. ഒരുപാട് ആഡ്വേർബ് വെച്ചിട്ട് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രേസ് ആണ്. ഈ അഥവാ ക്ലോസ് ആണെന്ന് നോക്കാനോ, അത് ഓൾറെഡി അത് ആഡ്വേർബ് വെച്ചിട്ടുള്ള സെന്റൻസ് ആണ് എന്ന് മനസ്സിലായി. പിന്നെ എവിടെയെങ്കിലും സപ്പോർട്ടേറ്റീവ് കൺജക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. എങ്കിൽ അതെന്താണ്? ക്ലോസ് ആണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ. ക്ലിയർ ആയോ? ആഡ്വേർബ് ക്ലോസ് എന്താന്ന് ക്ലിയർ ആയോ? അതായത് I will not go out if it rains heavily. Go പോവാൻ പറ്റില്ല അല്ലെ എന്ന് പറയുമ്പോ പോകുക എന്നാണ് മെയിൻ ആയിട്ട് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഇഫ് എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് കൺജക്ഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സെന്റൻസ് എന്താണ്? ആഡ്വേർബ് ക്ലോസ് ആണ്. Then you can watch TV. നിങ്ങൾക്ക് ടി വി കാണാൻ പറ്റും. ഇങ്ങനെ ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്, ഹോംവർക്ക് ഫിനിഷ് ചെയ്ത് ടി വി കാണാൻ പറ്റും. ടി വി കാണുക എന്നതാണ് ഇവിടുത്തെ മെയിൻ റീസൺ അല്ലെ. അതുകൊണ്ട് ഇതെന്താണ്? കൺജക്ഷൻ ആണ്. കൺജക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ എന്ന് പറയുന്ന കൺജക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് സെന്റൻസ് ഈസ് ആഡ്വേർബ് ക്ലോസ്. ഓക്കെ. Then as soon as he heard the news he called me. വിളിച്ചു അല്ലെ. he heard the news. കേൾക്കുക. ന്യൂസ് കേട്ടു എന്നാണ് പറയുന്നത്. as soon as യൂസ് ചെയ്തു. സോ അത് ആഡ്വേർബ് ക്ലോസ് ആണ്. Then she came to the party before it was over. കഴിഞ്ഞതിന് മുമ്പ് അവള് പാർട്ടിയിൽ വന്നു എന്ന് പറയുന്നത് വെർബാണ്. അതുകൊണ്ട് അത് ആഡ്വേർബ് ക്ലോസ് ആണ്. Then he followed me. ഫോളോ ചെയ്തു അല്ലെ. where I went. എവിടെയാണ് പോയത്? ഫോളോ ചെയ്ത് വന്നു ആ പറയുന്നത്. അപ്പൊ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി ആയതുകൊണ്ട് അവിടെ വേറെ എന്ന് പറയുന്ന കൺജക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അത് ആഡ്വേർബ് ക്ലോസ് ആണ്. Then we can go anywhere you like. anywhere എന്ന് പറയുന്ന കൺജക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. we can go ആണ് ഇവിടെ. ഇവിടെ എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സെന്റൻസിൽ എല്ലാവരും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? വെർബിനെയാണ്. പിന്നെ നോക്കുമ്പോ അപ്പൊ നമുക്കറിയാം ആഡ്വേർബുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് പിന്നെ നോക്കുമ്പോ അത് ഫ്രേസ് അല്ല. ഫ്രേസ് ആയിട്ട് ഒരു ബന്ധവും. പിന്നെ എന്താണ്? ഫ്രേസ് അല്ലെങ്കിൽ പിന്നെ ഇത് എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ആഡ്വേർബ് ആൻഡ് ചോദിച്ചോട്ടെ. ഇപ്പം മാം പറഞ്ഞില്ലായിരുന്നോ മറ്റേ റിലേറ്റീവ് പ്രോനൗൺ ഇവിടെയും വരാമെന്ന്. ഇപ്പൊ ദാറ്റ് എന്നുള്ളത് രണ്ടിലും വരാമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്കത് ഒരു അഡ്ജക്റ്റീവിനാണോന്ന് അല്ലെങ്കിൽ വെർബാണോ നൗൺ ആണോ എന്ന് നോക്കിയിട്ടാണോ? വെർബിനെയാണോ നൗണിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യണേന്ന് നോക്കിയിട്ടാണോ നമ്മൾ തീരുമാനിക്കണത്? അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ആദ്യം അങ്ങനെ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് ക്ലോസ് ആണോ എന്ന് അറിയാൻ സിമ്പിൾ അല്ലേ. ഫ്രേസ് ഓൾറെഡി നമുക്ക് അറിയാം അല്ലെ. ഫ്രേസ് അല്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അതെന്താണ്? ക്ലോസ് ആയിരിക്കും. അങ്ങനെയും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് വളരെയധികം സിമ്പിൾ ആയിട്ട് പഠിക്കാം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? രണ്ടും ക്ലിയർ ആയോ? മിസ് അപ്പൊ ഈ ആഡ്വേർബ് ക്ലോസിന് ശരിക്കും ഏറ്റവും ഈസി ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാ പറയുന്നത്? അതായത് ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വരുന്നത് എന്നുള്ള രീതിയിലാണോ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത്? ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വരുന്ന സെന്റൻസ് അഡ്ജക്റ്റീവ് ആണ് ആഡ്വേർബ് ആണോ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമല്ലോ. പറ്റില്ലേ? ഓക്കെ. അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഏതാണെന്ന് മനസ്സിലാവും. പിന്നെ നോക്കേണ്ടത് എന്താണ്? അത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്ന് അറിയണം. ഫ്രേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലെ. ഒരുപാട് വേർഡ്സ് വെച്ചിട്ട് അവിടെ മോഡിഫൈ ചെയ്തിട്ടുണ്ടാകാം. ഫ്രേസ് അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അത് ക്ലോസ് ആയിരിക്കും. ഇങ്ങനെ പഠിക്കാം. അതാണ് ഏറ്റവും സിമ്പിൾ. അല്ലാതെ കൺജക്ഷൻ പഠിക്കാമെന്നല്ലേ അതിന് നേരം ഉണ്ടാവുള്ളൂ. ഒരുപാട് കൺജക്ഷൻ ഉണ്ട്. പഠിക്കണമെങ്കിൽ പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അത് അഡ്ജക്റ്റീവ് ആണ് ആഡ്വേർബ് ആണെന്ന് മനസ്സിലാക്കാം. അത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ സെന്റൻസ് എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോ ഈ രണ്ട് ചാപ്റ്റർ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? മനസ്സിലായി.
അത്രയേ ഉള്ളൂ. ആ ഒരു ചാപ്റ്ററും തീർന്നു. ഇനി നൗൺ ആണ്. അപ്പോ യൂണിറ്റ് 6 and 8 രണ്ട് തീർന്നിട്ടോ. ഇനിയുള്ളത് 7 ആണ്. നൗൺ, നൗൺ ഫ്രേസ്, നൗൺ ക്ലോസ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. പിന്നെ ഒരു കാര്യം, എക്സാമിന് ഈ ചാപ്റ്ററിൽ കുറച്ച് വരാറില്ല. അതെന്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഇത് ചാപ്റ്റർ എടുക്കണോ വേണ്ടയോ? മിസ്സേ സിമ്പിൾ ആദ്യം എടുത്തിട്ട് കൺഫ്യൂസിങ് ലാസ്റ്റ് എടുത്താൽ മതി മിസ്സേ, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു മൂഡ് പോകും. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് എല്ലാ ക്ലാസ്സിലും എടുത്തിട്ട് മാർക്കും മനസ്സിലാവാത്ത ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എക്സാമിനുള്ളത് എടുത്താൽ മതി മാഡം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നൗൺ ഇത് നമുക്ക് പഠിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല കേട്ടോ. ഇത് വേറെ കാര്യം. പഠിച്ചിട്ടും വലിയ നമ്മളിത് സംസാരിക്കുമ്പോഴാണ് യൂസ് ചെയ്യാറില്ല. പിന്നെ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ, പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ നൗൺ ഇത് ഉണ്ടാവുമെന്നും സംശയമാണ് എനിക്ക്. മെയിൻ ആയിട്ട് വരുന്ന അഡ്ജക്റ്റീവ് ആഡ്വർബ് ആണ് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും വരുന്നത്. നൗൺ അങ്ങനെ പൊതുവെ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിട്ട് കളഞ്ഞാലോ? എക്സാമിന് വരാറില്ല, കുറച്ച് കൺഫ്യൂസിങ് ആണ്. വിട്ടുകളയാം. ഇത് എത്ര സിമ്പിൾ ആക്കി പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഓൾറെഡി നമ്മൾ അഡ്ജക്റ്റീവ് പഠിക്കുന്നത് നൗണിനെ ബേസ് ചെയ്താണ് അല്ലെ? പിന്നെ ഇത് എക്സ്ട്രാ ഒരു നൗണും കൂടെ വരുമ്പോ നിങ്ങൾക്ക് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവും. അഡ്ജക്റ്റീവ് ഏതാണ്, നൗൺ ഏതാണെന്ന് തിരിച്ചറിയുമ്പോഴത്തെ അവസ്ഥയിൽ ഫസ്റ്റ് അഡ്ജക്റ്റീവ് വരെ മറന്നു പോകും. എന്താ ചെയ്യേണ്ടത് പറയൂ? വലിയ കാര്യമായിട്ട് ഇതിനകത്ത് ഒന്നുമില്ല. ഇത് എത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ആ ചാപ്റ്ററിന് ഇല്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം? ഒപ്പീനിയൻ പറയൂ. എന്താ ചെയ്യണ്ടേ? എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട മാം. എടുക്കണ്ട. ഓക്കെ, അത് പോട്ടെ. അപ്പൊ അതിന്റെ നാളെ ആഡ്വർബിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ 6 and 8 ഇതുപോലെ ഒരു കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത് ഞാൻ എടുക്കാറില്ല. വിട്ടത് അതെന്തോ 9 എന്തോ ആണെന്നോ, 9 ആണ്. അതിനൊന്നും നമുക്ക് അത്ര ഇതാണ് കണ്ടീഷണൽ സെന്റൻസ്. ഇത് ഞാൻ എടുത്തിട്ടില്ല. അത്ര വലിയ ഇമ്പോർട്ടന്റ് തോന്നിയില്ല. കുറച്ചേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയില്ല. ഇനി നമുക്ക് പോകേണ്ടത് പ്രപ്പോസിഷനിലേക്കാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നറിയോ? നൗൺ, പ്രോനൗൺ, വെർബ്, വെർബിന് നമ്മൾ അഡ്ജക്റ്റീവിലേക്ക് പോയി, അഡ്ജക്റ്റീവ് കഴിഞ്ഞു ആഡ്വർബ് എടുത്തു. അതിനുശേഷം ഇനി പോകേണ്ടത് പ്രപ്പോസിഷനിലേക്കാണ്. ഇതെല്ലാം കഴിഞ്ഞ് പ്രപ്പോസിഷൻ എല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ടെൻസിലേക്ക് പോവുക. അതായത് 4th ചാപ്റ്റർ ടെൻസിലേക്ക് പോകുന്നത് ഈ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ടെൻസ് എടുക്കാം, ടെൻസിന്റെ കൂടെ തന്നെ പ്രീ പ്രപ്പോസിഷനും പോകാം. അത് മതിയോ? കാരണം ടെക്സ്റ്റിൽ പറയുന്ന പ്രപ്പോസിഷൻ കുറച്ചേ ഉള്ളൂ. അറ്റ്, ഓൺ, ഇൻ, ഡ്യൂറിങ്, ബൈ, ഫോർ, സിൻസ്, ബിറ്റ്വീൻ, ഇത്രയും പ്രപ്പോസിഷൻ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ടെൻസിന്റെ കൂടെ തന്നെ പോകാം, അല്ലെങ്കിൽ നമുക്ക് പ്രപ്പോസിഷൻ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ടെൻസിലേക്ക് പോവാം. എന്ത് ചെയ്യണം? പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് പോവാല്ലേ? അത് മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പ്രപ്പോസിഷൻ എടുക്കുന്നില്ല കേട്ടോ. വേണ്ട, പുതിയ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോ ആഡ്വർബും അഡ്ജക്റ്റീവും കഴിഞ്ഞു. ആഡ്വർബിന് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ലല്ലോ. പെട്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സിമ്പിൾ അല്ലേ ആ ചാപ്റ്റർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ചോദിക്കാത്തതാണോ നിങ്ങള്? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മിസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല. അപ്പൊ ഡൗട്ട് ഇല്ല ആർക്കും. ആണോ? അതെന്താണ് പറയാത്തെ? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതായിട്ട് സെയിം ഉള്ള, ഇതിന്റെ അകത്ത് ആഡ്വർബ് ക്ലോസ് മാത്രമല്ല ഇത്തിരി മാറ്റമുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയി. അതായത് നൗൺ ആൻഡ് പ്രോനൗൺ. 3 വെർബ് കംപ്ലീറ്റ് ആയി. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്താണ്. വെർബിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തില്ല നിങ്ങള്? വെർബ് യൂണിറ്റ് 3 ഇനി യൂണിറ്റ് 4 ചെയ്തു. ഓക്കെ, യൂണിറ്റ് 4 ടെൻസ് ആണ്. ടെൻസിലേക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. ആർട്ടിക്കിൾ യൂണിറ്റ് 5 ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് ആണ്. അത് ടെൻസ് കഴിയാതെ എടുക്കാൻ പറ്റില്ല.
Then six നമ്മൾ എടുത്തു, adjective ആണ്, അത് കംപ്ലീറ്റ് ചെയ്തു. 7 നമ്മൾ ക്യാൻസൽ ചെയ്തു. 8 adverb ആണ്, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി 9 എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ക്യാൻസൽ ചെയ്തു, ആവശ്യമില്ല. പിന്നെ ഇനിയുള്ളത് 10 ആണ്, 10 പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ടെൻസിലേക്ക് പോകാം, അതായത് 4th ചാപ്റ്ററിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാറ് കേട്ടോ പോർഷൻസ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയൂ, നമുക്ക് കുറച്ചൊക്കെ സംസാരിക്കാം നമുക്ക്. മഴയാണ്, അതാണ് വിശേഷം. മഴയാണ്, ക്ലാസ്സിൽ വരാൻ മടിയുണ്ടോ? പിന്നെ വീട്ടിലിരുന്നല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? എല്ലാവർക്കും അവധി കൊടുക്കുമ്പോ നമുക്ക് എന്തുകൊണ്ട് അവധിയില്ല എന്നൊരു ചോദ്യം ഉണ്ടോ? ഉണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ല. പുറത്തുള്ളത് നമ്മള് വീട്ടിലിരുന്നല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കറണ്ട് പോയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അതെ, കറണ്ട് പോയാലും കുഴപ്പമാണ്, നെറ്റ് കട്ടായാലും കുഴപ്പമാണ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ് ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ? മോണ്ടിസറി കോഴ്സ് എങ്ങനെയുണ്ട്? നൈസ് ആണോ? ത്രില്ലിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആണോ? യെസ് മാം. ഓക്കെ, ഇപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ ലൈഫില് കുറച്ച് എന്താണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ആരെങ്കിലും ഉണ്ടോ? എനി പേഴ്സൺ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ? ഇപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടോ? ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പാരന്റ്സ് ആകാം, അല്ലെങ്കിൽ ഗാർഡിയൻ ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തതും. ഇൻസ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ മാം, വലിയ മഹത് വ്യക്തികളെ ഒന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്യണത് എന്റെ ഹസ്ബൻഡിനെയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം നമ്മുടെ ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എവിടെയോ ഇരുന്ന 2 വ്യക്തികളാണ്. ഹസ്ബൻഡിന്റെ സ്ഥലം പാലക്കാടാണ്, എന്റെ സ്ഥലം തൃശ്ശൂരാണ്. പ്രോപ്പർ അറേഞ്ച്ഡ് മാരേജ്. ആദ്യത്തെ ഒരു 1-2 ഇയേഴ്സ് സത്യം പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഒക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു ക്യാരക്ടർ അല്ല. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കണേ. കാരണം എന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എത്രയൊക്കെ ഞാൻ ഡിപ്രസ്ഡ് ആവാൻ നോക്കിയാലും അപ്പുറത്തുനിന്ന് എന്നെ അങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തില് ആ ഒരു ബ്ലെസ്സിങ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ എനിക്ക് എന്തോ കാരണം നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ടത് ഇനി നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്. ആ ലൈഫ് പാർട്ട്ണറുമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടാവില്ല. അപ്പോ അത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെ എന്റെ ഒരു ഡെസിഷന്റെ പുറത്ത് ഒരു 8-9 വർഷത്തോളം ഞാൻ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതും, അതെനിക്ക് കിട്ടണമെന്ന് വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന വ്യക്തി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ്. കാരണം എനിക്കത് പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യണം. മറ്റുള്ളവർക്ക് ഒരു പരിധി കഴിഞ്ഞ് ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യരുത്, വേറെ ജോലിക്ക് പൊക്കൂടെ, എന്തിനാണ് ഇത്രയും പഠിച്ചതല്ലേ, MCOM ഉള്ളതല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ബാക്കിയുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, എന്താണോ നിന്റെ മനസ്സ് പറയുന്നത് അതുപോലെ ചെയ്താൽ മതി, അതിന് ചുറ്റുള്ളവരെ പറ്റി നോക്കണ്ട എന്ന് പറഞ്ഞ് അത്രയും കൂടെ നിന്നു. അവസാനം ഈ ഒരു സ്റ്റേജിൽ എനിക്ക് അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡാണ് കൂടെ ഉള്ളത്. ഇത് ലൈഫിന്റെ ഒരു എൻഡ് അല്ല, ഇത്രയും പഠിച്ചത് എന്തായാലും വെറുതെ ആവില്ല, അത് നമുക്ക്, നീ ഇപ്പൊ നല്ലൊരു അമ്മ ആയതുകൊണ്ടാണ് നിന്റെ മകൾ ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ട് സ്കൂളിൽ ഷൈൻ ചെയ്യാൻ പറ്റണതും ഒക്കെ എനിക്ക് എന്തെങ്കിലും അറിയണതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ. അപ്പൊ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ യു ആർ എ ഗുഡ് മദർ എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. അപ്പോ വലിയ രീതിയിലുള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ലെങ്കിലും വളരെ ചെറിയ വേയില് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ നമ്മുടെ ഒരു കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. വേറെ ഒരാളുടെ കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാൻ പോവില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ മാം. ഞാൻ കുറച്ച് അസൂയം കുരുട്ടും കുശുമ്പൊക്കെ ഉള്ള സാധാരണ ഒരാൾ തന്നെയാണ്. പക്ഷെ എന്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. ആരുടെ ഒരു കാര്യത്തിലും ഒരു അഭിപ്രായം പറയാനോ അവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യാനോ പോവില്ല. അത്രയും ഒരു വളരെ കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു ആളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈവൻ എന്റെ ഫാമിലിയിൽ പോലും എനിക്ക് അങ്ങനെ ഒരാളെ പരിചയമില്ല. അത് എന്റെ ഹസ്ബൻഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഇൻസ്പിറേഷൻ ഹസ്ബൻഡ് തന്നെയായിരിക്കും. എന്റെ കുട്ടികൾ ആരെ കണ്ട് വളരണം എന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ എന്നെ കണ്ടെന്ന് പറയില്ല, എന്റെ ഹസ്ബൻഡിനെ കണ്ടെന്നേ പറയുള്ളൂ.
ഓക്കെ രശ്മി അത് പറയുമ്പോൾ എനിക്ക് എന്റെ ഹസ്ബൻഡ് ഓർമ്മ. ഓക്കെ, എല്ലാവരും പൊതുവെ സപ്പോർട്ടീവ് ആണ് അല്ലെ? അങ്ങനെ ഒരാള് നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയും പറ്റില്ല. ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ പറ്റിയത് വരില്ലായിരിക്കാം. ഓക്കെ, അപ്പോ അങ്ങനെ വലിയ വലിയ ആൾക്കാരൊന്നും ആവണ്ട നമ്മൾ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ. അപ്പോ നീ അതുപോലെ ആരെങ്കിലും ഉണ്ടോ ലൈഫില്? ഹസ്ബൻഡ് ആകാം, ചിലപ്പോ അച്ഛനാകാം, അല്ലെങ്കിൽ ബ്രദർ ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആകാം, ആരും ആകാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആകാം, ആരും ആകാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ? എന്റെ ഇൻസ്പിറേഷൻ ഞാൻ തന്നെയാണ് മാഡം. എന്റെ ഹസ്ബൻഡൊന്നും എനിക്കൊരു സപ്പോർട്ടും ഇല്ല. ശ്രീലക്ഷ്മി പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറയുന്നത്. എനിക്കത് പറയാൻ യാതൊരു മടിയില്ല. അതൊക്കെ ഒരു കഥയാണ്. അതൊന്നും പറയാൻ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് സപ്പോർട്ടില്ല. എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോവാണെന്നേ ഉള്ളൂ, സപ്പോർട്ടില്ല. അപ്പോ അതൊരു ഫാമിലി ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്റെ എന്ത് കഴിവിന് ഞാൻ തന്നെ ആയിട്ടാണ് ഞാന് വളർത്തിയെടുത്തിട്ടുള്ളത്. എന്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ മരിച്ചു. അപ്പൊ അച്ഛൻ അതുവരെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എന്നെ ഇപ്പോഴും എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്ക് എന്റേതായ എന്തെങ്കിലും ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ടൈം മാറ്റി വെക്കുമ്പോ എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മ ഇപ്പോഴും എഫേർട്ട് എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് ചെറുപ്പത്തില് പറ്റാത്ത കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പാട്ട് പഠിക്കുക, അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാന് ഇനി ഗുരുവായൂരിൽ പാടുന്നുണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ 1 പാടുന്നുണ്ട്. അതിനൊക്കെ ഫുൾ സപ്പോർട്ട് അമ്മയാണ്. കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരിൽ നിന്നും എനിക്ക് വെറും വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ നമ്മള് പുറത്ത് കളിച്ചു തിരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാന്. എനിക്ക് അങ്ങനെ എന്റെ വിഷമങ്ങൾ അങ്ങനെ പുറത്ത് കാണിക്കണം എന്ന് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ അധികവും അങ്ങനെ പെരുമാറാറില്ല. പുറത്ത് ആരോടും അങ്ങനെ കാണിക്കാറില്ല. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മള് പ്രസന്റ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറെ എന്റെ ടൈം മാറ്റി വെക്കാറുണ്ട്. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ മക്കളെ നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരാളേനെ അങ്ങനെ കുറെ പേര് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ട് കേട്ടോ. സെലിബ്രിറ്റീസ് ആണ്. ഇപ്പൊ ഓരോ വീഡിയോസ് കാണുമ്പോഴും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ട് വളരുന്ന ആളുകളെ അമ്മമാരൊക്കെ അങ്ങനെ അച്ഛന്മാരൊന്നും സപ്പോർട്ട് ഇല്ലെങ്കിലും കുട്ടികളെ വളർത്താനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന കുറെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഓരോ വീഡിയോസ് കാണുമ്പോൾ അവരൊക്കെ എന്റെ ഇൻസ്പിറേഷൻ ആയിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ ഒരു കൂട്ടത്തിലുള്ള ഒരു ആളായ പോലെ കൊടുത്ത് ഞാൻ തന്നെയാണ് എന്റെ ഇൻസ്പിറേഷൻ. എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്ന് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതുണ്ട്, സപ്പോർട്ട് ചെയ്യാനില്ലാതെ നമുക്ക് കുറെ പേര് നമുക്ക് സപ്പോർട്ട് ഇല്ല, നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ടിന് ഉണ്ടാവും. നമ്മുടെ മക്കളാണ്. അപ്പോ അത് നമുക്ക് സപ്പോർട്ടാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പിന്നെ നമ്മുടെ മൈൻഡ് നമ്മളുടെ കൂടെ ഉണ്ടാവണം. അതാണ് വേണ്ടത്. അതിനെ നമ്മളിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകണം. അതിന് ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് സന്തോഷം കിട്ടുന്ന എന്താണോ അത് ചെയ്യാൻ നോക്കാം. സങ്കടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്. നമ്മൾ വേണ്ടാത്തവർക്ക് നമ്മളെ വേണ്ട, അത്രയും ചിന്തിക്കുക. മനസ്സിലായോ? അതാണ് ഏറ്റവും നല്ലത്. പോസിറ്റീവായിട്ട് കാണാറുള്ളൂ മാഡം. താങ്ക് യു. നമുക്ക് ലൈഫില് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും എല്ലാവരുടേതായ രീതിയിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? അത് ഓർത്തിരിക്കാനാണെങ്കിൽ അവിടെ ഇരിക്കേ ഉള്ളൂ. അതിനെ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളവരെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടതേ, നമുക്ക് എന്തിനാ അങ്ങനെ ചിന്തിക്കുക. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ. എന്നോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെ ഞാൻ തിരിച്ചു കൊടുക്കും. എന്നോട് ദേഷ്യം കാണിച്ചാൽ ഞാൻ അവരോട് സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തിരിച്ചു അങ്ങനെ തന്നെ ചെയ്യാം. ലേഡീസ് പരമാവധി അപ്പുറം നോക്കൂട്ടോ. നമ്മള് മലയാളീസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ഫാമിലി നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ തലമുറ കുറെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു 20 വയസ്സ് 18 വയസ്സായ കുട്ടികളൊന്നും ഇപ്പോ അങ്ങനെ അല്ല. കുറച്ച് ഒരു ഇതിലുള്ളവര് നമ്മള് അങ്ങനെ നോക്കും, പരമാവധി ഒക്കെ നോക്കും. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു
ഇപ്പൊ നമ്മുടെ ജനറേഷൻ ആണെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ അമ്മമാരാണെങ്കിൽ ഓക്കെ നമുക്കത് പറയാം, അഡ്ജസ്റ്റ് ചെയ്ത് അവർ ജീവിച്ചവരാണ്. അവരവരുടെ ഇഷ്ടങ്ങൾ പോലും മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചവരാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ജനറേഷൻ പോലും അങ്ങനെയല്ല. ഒരു പരിധി വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ജനറേഷൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് റിയലൈസ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി നമ്മുടെ കാര്യങ്ങളെല്ലാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. ഞാൻ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. മേഡം അങ്ങനെ ഒരു ടോപ്പിക് തന്നപ്പോ എനിക്ക് പറയാൻ തോന്നി, ആ മേഡം പറഞ്ഞത് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലല്ലോ. ഞാൻ എന്റെ സമയം വെറുതെ ഇരിക്കില്ല, ഞാൻ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും ടൈം. ഹാർഡ് വർക്കാണ് ഞാൻ, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ടിന്റെ കൂടെ ഇൻസ്പിറേഷൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞത്. സന്തോഷത്തോടെ ഏറ്റവും വലുത് അതാണ്. നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. നാളെ എന്താണെന്ന് ആർക്കും അറിയില്ല. ഉള്ള ദിവസം ഉള്ള ആ ഒരു ചെറിയ മൊമെന്റ് ആണെങ്കിൽ പോലും ഹാപ്പി ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോ ഞാൻ തന്നെ ഒരുപാട് മോണ്ടിസോറി ക്ലാസ്സിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന്റെ സിറ്റുവേഷൻ കേട്ടാല് നമുക്ക് പൊതുവെ എനിക്ക് പെട്ടെന്ന് എനിക്ക് വിഷമം വരും. വേദനയില്ലേ? ഓക്കെ, അപ്പോ പൊതുവെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും ചോദിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും ഒരുപാട് ലൈഫില് അനുഭവിച്ചവരൊക്കെ തന്നെയാണ് മിക്കവരും മോണ്ടിസോറി ക്ലാസ്സിൽ. എല്ലാവരും അതുകൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എല്ലാവരുടെ കണക്റ്റഡ് ആകും, മനസ്സിലായോ? അപ്പോ എനിക്ക് ഇത് കേൾക്കുമ്പോ എനിക്കും പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് കേട്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് അറിയാം, മനസ്സിലായി. അപ്പോ ഇതിനേക്കാളും ഇപ്പോ എന്താണ് നമ്മുടെ അവസ്ഥ പറയുമ്പോ ഇതിനേക്കാളും വലിയ അവസ്ഥകളുള്ളവരുണ്ട്, മനസ്സിലായോ? അപ്പോ ചിന്തിക്കാൻ നോക്കുവോ, ഇതിനേക്കാൾ എത്രയോ സുഖമാണ് എനിക്ക് എന്ന് നമ്മൾ അറിയാതെങ്കിൽ പോലും ചിന്തിച്ചു പോകും. അതുകൊണ്ട് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ കഴിവുകളുണ്ട്, മനസ്സിലായോ? നമ്മൾ അത്രയും കോൺഫിഡൻസ് ഇല്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലെന്ന് നിങ്ങൾ പറയും. പക്ഷെ നിങ്ങൾ എല്ലാവരും കോൺഫിഡൻസ് ആണ് ലൈഫില്. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണ്, മനസ്സിലായോ? എല്ലാവരും ജോലിക്ക് വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തു, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. എന്നാലും സർട്ടിഫിക്കറ്റ് മാത്രമല്ല നിങ്ങളിപ്പോ പഠിക്കുന്നത്, അല്ലെ? ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. ഇപ്പോ ഈ 1 അവർ പോകുന്നതേ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ഒന്നും ആലോചിക്കുന്നില്ല, നിങ്ങളുടെ മൈൻഡ് ഫുൾ റിലാക്സ്ഡ് ആണ്, അല്ലെ? ഈ കോഴ്സ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരുപാട് പേര് മോണ്ടിസോറി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ്, 1 മണിക്കൂർ പോകുന്ന അറിയില്ല എന്ന് പറയും. അവര് ചിലപ്പോ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം, പക്ഷെ 1 മണിക്കൂർ അവരെല്ലാം മറക്കുന്നുണ്ട്. അതുപോലെ അവരെ ഗ്രൂപ്പ് ആണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും അവരെല്ലാം ചാറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഇതെല്ലാം വേറെ ലെവലാണ്. ഓക്കെ, ഓരോ കോഴ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. കാരണം കഴിഞ്ഞല്ലോ എന്നോർത്ത് 1 മണിക്കൂറിൽ ഉണ്ടാവില്ലല്ലോ എന്നോർത്ത് വിഷമമാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം, സന്തോഷിക്കാൻ നോക്കാം, ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവരും കൂടിയാണ്. നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവൂ, അത് വേറെ കാര്യം. സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്നുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാവരും ഹസ്ബൻഡ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. അപ്പോ നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ജനിച്ചപ്പോഴും ഒറ്റയ്ക്കാണ്, മറ്റും ഒറ്റക്ക് തന്നെയാണ്, അല്ലെ? നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലുമാണ്. ഒരാൾക്കും ഇപ്പോ അയാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ എന്ന് ആരും ചിന്തിക്കരുത്, ഇത് മണ്ടത്തരാണ്. ഓക്കെ, എപ്പോഴും നമ്മള് സ്ത്രീകൾ പൊതുവെ ചെയ്യുന്ന കാര്യമാണ്. മക്കളെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമാണ്, ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനത്തെ ആലോചനയുണ്ടോ നിങ്ങള്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതായത് എന്റെ കൂടെ മക്കളുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞാൽ മക്കൾ ഒരു ദിവസം പോകും, അവർക്ക് അവരുടെ ലൈഫുണ്ട്, നമ്മളത് വിട്ടുകൊടുത്തേ പറ്റൂ, അല്ലെ? നമ്മുടെ കൂടെ പോയിരിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ ഫാമിലീസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെ? ഹസ്ബൻഡ് ആണെങ്കിൽ അവരെ സന്തോഷത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഞാൻ എല്ലാവരെയും പറയുന്നതല്ല, കുറച്ച് ആൾക്കാരാണെങ്കിലും കുറച്ച് ആൾക്കാർ വേറെ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്, പല രീതിയിലാണ് എല്ലാവരും, അല്ലെ? ഹസ്ബൻഡ്സ് അങ്ങനെയാണ്. അപ്പോ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞിരുന്ന മിസ്റ്റേക്ക് ഉണ്ടോ? എനിക്ക് കുറെ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, ലൈഫില് ഒരുവിധം കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക,
അതുവരെ നമ്മൾ എവിടെയോ ഏതോ ഒരു ലോകത്തായിരിക്കും. പഠിക്കുന്ന ടൈമിൽ കല്യാണം എന്ന് പറയുന്നത് എന്തോ മാം പറഞ്ഞത് ശരിയാണ്. പോയോ? ഇല്ല, പൊതുവെ നമ്മൾ ഇവിടെ ഉണ്ട്. പഠിക്കുന്ന ഈ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുറെ എന്താണ് ഇമാജിനേഷൻ ആണ്. അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ കുറെ കഴിഞ്ഞ് മക്കളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യാൻ പഠിക്കുക അല്ലെ? അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും എന്താണ് ഒരുപാട് ഏജ് ഒക്കെ പ്രായങ്ങൾ പോകും, നല്ല പ്രായങ്ങൾ പോകും എന്ന് പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ല പ്രായമൊന്നുമില്ല. വയസ്സ് ഒന്നിനും ഒരു തടസ്സമല്ല ഇന്നത്തെ കാലത്ത്. അതെ മിസ്സേ, വയസ്സ് ഒന്നിനും ഒരു തടസ്സമല്ല. കാരണം ഞാനിപ്പോ 35-ലാണ്. ഇപ്പൊ ഈ 35 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നോ മോണ്ടിസോറി ചെയ്യാന്ന് ചോദിക്കുമ്പോ മാം പറഞ്ഞതുപോലെ നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്യാന്ന് മാം പറഞ്ഞല്ലോ. അത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഇതിലും വലിയൊരു കാര്യം ആഗ്രഹിച്ചിരുന്നു. ഈവൻ ഇപ്പോഴും ആൾക്കാർ കേട്ടാ ചിലപ്പോ എന്നെ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, ഈ മോണ്ടിസോറി ആണോ ചെയ്യുന്നുള്ളൂ? കാരണം എനിക്ക് MCOM ഉണ്ട്, സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര നാൾ ഞാനൊരു ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് വീണ്ടും ഇത്രയും താഴത്തേക്ക് ഇറങ്ങി ചെന്നൊരു മോണ്ടിസോറി ടീച്ചർ ആവാനാണെങ്കിൽ +2 കഴിഞ്ഞിട്ടും പോകാമല്ലോ, അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എടുത്ത തീരുമാനം അത്. കാരണം എത്രയോ വർഷം ഞാൻ പഠിച്ചു, എക്സാംസ് എഴുതി ലിസ്റ്റിൽ വന്നു. അത് കഴിഞ്ഞ് സഡൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്കിത് ചെയ്യണം. ഞാനിപ്പോ സ്വപ്നം കാണുന്നത് ആ കോൺവക്കേഷൻ സെറിമണിയാണ്. ആ കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഈ ഒരു 35-ലും എനിക്ക് അത് പറ്റും. അത് കഴിഞ്ഞ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോകും. അതിന്റെ കൂടെ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കൊണ്ട് നടക്കും. ഇനി അങ്ങോട്ട് ഞാൻ സ്റ്റക്കായി നിൽക്കില്ല എന്ന് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് മാം. അപ്പൊ അത് മറ്റുള്ളവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും പുച്ഛിക്കാം. പക്ഷെ നമുക്ക് നമ്മൾ ആ ഒരു ഡേ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. ആ ഒരു കോൺവക്കേഷൻ സെറിമണി തീർച്ചയായിട്ടും എന്റെ സ്വപ്നമാണ് മാം. ആ ഒരു ദിവസം അത് നമുക്ക് കിട്ടി, നമ്മള് കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ സ്റ്റക്കായി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ടീച്ചേഴ്സിനാണെങ്കിലും ചിലവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. അത് മോണ്ടിസോറി പഠിച്ചാലേ പഠിപ്പിക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. വലിയ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം, കുഞ്ഞു മക്കളെ പഠിപ്പിക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. ഏതാണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യും. ആൾക്കാരൊന്നും നോക്കണ്ട. അവരെ പുച്ഛിക്കലോട്ട് പറ്റുന്ന പുച്ഛിക്കുക, അല്ലെങ്കിൽ ഫുൾ ടൈം പുച്ഛിക്കൽ മാത്രമേ പണിയുണ്ടാവൂ. മനസ്സിലായോ? അവരുടെ ലൈഫിൽ ചിലപ്പോ ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരുടെ ഒരു സംസാരം കേൾക്കാനും നിൽക്കരുതേ, ശ്രദ്ധിക്കാനും നിൽക്കരുതേ. എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അവരെ കൊണ്ട് അത് മാത്രമേ നമുക്ക് ശരിയാണ് അഞ്ജലി പറഞ്ഞത്. കേൾക്കാനേ സാബിറ, അവരെന്തോ കുറെ പറയാനായിരുന്നു. എന്താ ഞാൻ ഇൻസ്പയർ ചെയ്തിരുന്നത് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡിനെയാണ്. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ കുറെ സിമിലാരിറ്റീസ് ഉള്ള ഒരു ഹസ്ബൻഡാണ് എൻ്റെത്. ഞാൻ ഈ മോണ്ടിസോറിയിലേക്ക് വന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ആള് അബ്രോഡ് പോയി. അപ്പോൾ ആള് സജസ്റ്റ് ചെയ്ത് എവിടെ നിന്നൊക്കെയോ ലിങ്ക് കിട്ടി, ആൾ അയച്ചു തന്നിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഈ അമ്പിളി പറഞ്ഞ പോലെ ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ പോലെ ഹസ്ബൻഡ് സപ്പോർട്ടാണ്. ഫാമിലിയിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു 17 വയസ്സ് കഴിഞ്ഞ് 18ലേക്ക് ഇവിടെ വരുമ്പോൾ മേ ബി 18 ആവുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ എൻ്റെ ആ ഒരു 18 വയസ്സുള്ള ഒരു +2 കഴിഞ്ഞ ഒരാളുടെ 2Kയും 90യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 19s ആയിരുന്നുകൊണ്ട് ഞാനൊരു ഇമാജിനറി ഗേൾ ആയിരുന്നു. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറെ ഇമാജിനറി വേൾഡിലായിരുന്നു എൻ്റെ ഒരു +2 കഴിഞ്ഞിട്ടുള്ള ലൈഫ്. സ്റ്റിൽ ഞാൻ റിയാലിറ്റിയിലേക്ക് എത്തിയ ഒരു ടൈം, അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാമിലി. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. സാരല്ല സാബിറ, എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രശ്നങ്ങള്. ഡോണ്ട് വെറി, ബി ഹാപ്പി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്. എന്താ മെന്റൽ ഹെൽത്തിൽ വളരെ വീക്കായിരുന്നു. സ്റ്റിൽ ഈ ഒരു സ്ട്രഗിൾ കാരണമാണ് എനിക്ക് ഹാർട്ടിൽ പോലും സ്റ്റിൽ ഒരു പ്രോബ്ലം ഉള്ളത്. പക്ഷെ ഇപ്പോ ഐ എം ഓക്കെ. നമ്മള് എന്താ പറയാ, ഓരോ അനുഭവങ്ങളാണ്, എവറി
ടീച്ചേഴ്സ് നമ്മുടെ ലൈഫിൽ ഓരോരുത്തർ വരുന്നത് നമുക്ക് ഒരു മുന്നോട്ടുള്ള ഒരു പാഠം അത് നമ്മൾ മനസ്സിലാക്കി പിന്നീട് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാള് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ ആ ആള് വരുന്നതുകൊണ്ട് ദൈവം നമുക്ക് വേറൊരെണ്ണം കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരുന്നു സെറ്റിൽ ആവുന്നത്. ഞാൻ എൻ്റെ 3 കുട്ടികളായിട്ട് കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് മുന്നോട്ട് പോകും. മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യാൻ ഐ മീൻ നമ്മൾ മാർക്കറ്റിൽ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങൾ പോയി മേടിക്കാൻ പോലും അതായത് അതും കൂടി അറിയില്ല എന്നല്ല, നമുക്കത് മാനേജ് ചെയ്ത് നമ്മൾ ഈ 2 പിള്ളേരാണ്, 2 പിള്ളേരായിട്ട് നമുക്ക് പോയി അത് മേടിച്ച് വരാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. പലപ്പോഴും ഞാൻ മാർക്കറ്റിൽ പോയി കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ഒന്നും മേടിക്കാൻ പറ്റാതെ ഞാനങ്ങ് തിരിച്ചു പോരും. അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് ഇതേപോലെയുള്ള കൂട്ടായ്മകളിലും നമ്മളൊരു ജോലിയിലും ഒക്കെ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. ഞാൻ അങ്ങനെ വലിയൊരു പാഠം പഠിച്ചതിൽ നിന്നാണ് ഇപ്പൊ എനിക്ക് എങ്ങടെയും പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഹസ്ബൻഡിനോട് സമ്മതം ചോദിക്കുക, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, പോവുക, മക്കളെ മാനേജ് ചെയ്ത് മാർക്കറ്റിൽ പോകുന്നു, നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുക, എവറിത്തിങ്. ഇപ്പൊ ആള് പറയും നീ ഒരു സൂപ്പർ മാൻ എന്ന് പറയുന്ന പോലെ സൂപ്പർ ഗേൾ ആണ്. ഞാൻ എല്ലാം മാനേജ് ചെയ്തിട്ടാണ് പുറത്തു പോയിരുന്നത് ഹസ്ബൻഡ് ലീവിലുള്ള സമയത്ത്. ഇപ്പൊ സ്റ്റിൽ കുട്ടി 1.5 വയസ്സാണെങ്കിലും ഈ മോണ്ടിസോറി പഠിക്കാൻ കുട്ടി ഉണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അവനോട് ചിലപ്പോൾ കരയുന്നതിൻ്റെ ഇടയിൽ അത് കാമാക്കി ഞാനത് മാനേജ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റിൽ ഓരോ പ്രശ്നങ്ങളിൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാതെ പോയി ചാടുക എന്ന് പറയില്ലേ, നമുക്ക് ദൈവം എന്താണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ മാത്രം എന്നുള്ള അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും പോയി എത്താറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അത് സാരമില്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒപ്പം സ്റ്റിൽ ഇന്ന് വരെ ഏറ്റവും സപ്പോർട്ടീവായി നിന്നത് ആ ആളാണ്. ഇനി പഠിച്ച് വല്ല ജോലിയൊക്കെ നമുക്ക് നോക്കണം എന്നുള്ള നമ്മളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ആള് വിളിക്കും, ഇന്നുണ്ടായിരുന്നു ക്ലാസ്സില്. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ കയറുമോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ മൂഡിനനുസരിച്ച്, ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് നമുക്ക് കട്ടായി പോകുന്നതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ കയറിയില്ല എന്നറിയാം. ആള് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തെടുക്കും. ഇതിലിപ്പോൾ എന്താ പഠിക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി DLED കഴിഞ്ഞ ആളായതുകൊണ്ട് ആ ഒരു സിമിലാരിറ്റിയിലുള്ള കോഴ്സ് തന്നെയാണത്. അപ്പോൾ അത് കാരണം വിചാരിച്ച് ഞാൻ കയറാതിരിക്കുക വെച്ചിട്ട് ആ ഒരു ടൈമിൽ നീ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നോ, ഇന്ന് എന്താ ക്ലാസ്സിലെ വിശേഷം, വെറുതെ ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. ശരി ഞാൻ കയറിയിരുന്നു എന്നൊരു വാക്ക് കേൾക്കാൻ, അപ്പൊ അങ്ങനെയും മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ അമ്പിളി പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഓക്കെ അല്ല, ഫാമിലി. പക്ഷെ എനിക്ക് ഫാമിലി എന്നെ അത്രയും ടോർച്ചർ ചെയ്ത ആ ഒരു മെന്റൽ അതായിരുന്നു. നമ്മളിപ്പോ പറയില്ലേ, നമ്മളുടെ എല്ലാ ഭാരങ്ങളും നമ്മൾ മെന്റലി ഹാർട്ടിന്, അതായത് ആദ്യം ഉണ്ടാവുന്ന ഓർഗൻ ഹാർട്ട് ആയതുകൊണ്ടാണോ അറിയില്ല, നമ്മുടെ എന്ത് മെന്റൽ പ്രഷർ ആണെങ്കിലും നമുക്ക് ആദ്യം നമ്മുടെ നെഞ്ചിന്റെ അവിടെ ഒരു പെയിൻഫുൾ ആയിരിക്കും. ആ പെയിൻഫുള്ള് എനിക്ക് ഈ ഒരു 10 വർഷം, എൻ്റെ മാരേജ് കഴിഞ്ഞ് 10 വർഷമായി, ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് ദേഷ്യമാണ് അവരോട് തോന്നിയത് വെച്ചാൽ അത് പ്രകടിപ്പിക്കില്ല. അവരോട് വളരെ നല്ല സ്വഭാവത്തിലായിരിക്കും, പക്ഷെ അതൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഞാൻ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുമായിരുന്നു. അതെനിക്ക് വിഷമാണല്ലോ, അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസിലായിരുന്നു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ടിനെയും അതുപോലെ നമ്മുടെ ഓവറോൾ ബോഡീനെയും ബാധിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിയ ഒരുപാട് പോകുന്നവർ പോട്ടെ. പക്ഷെ നമ്മൾ ഇതൊക്കെ റിയലൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് ചാപ്റ്ററിനെ ഞാനൊരു 10 വർഷമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഓരോ പേഴ്സൺ നമ്മുടെ ലൈഫിൽ വരുന്നത് മേക്ക് എ ചേഞ്ച്. അപ്പോൾ എനിക്ക് ഇത്രയും സ്ട്രഗിൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ 18 +2 കഴിഞ്ഞു എനിക്കൊരു അഡ്വക്കേറ്റ് ആവണമെന്നായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് നടന്നില്ല. എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടി പോളിയിൽ. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു കിട്ടിയത്, ഹസ്ബൻഡിന്റെ വീടിനോട് അടുത്ത് തന്നെയാണ് കിട്ടിയത്. പക്ഷെ അവർക്കതിന് സമ്മതമല്ലായിരുന്നു. പക്ഷെ അതിലും ഞാനൊന്നും പഠിച്ചില്ല. ഞാൻ ശരിക്കും എന്താ പറയാ, നമ്മൾ പറയില്ല, ആ അടുക്കളയുടെ അടുന്ന് പുറത്തേക്കുള്ള ഒരു എനിക്ക് ഇത്രയും ഇൻസിഡൻസുകളൊക്കെ ലൈഫ് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ചാടിയത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നില്ലായിരുന്നെങ്കിൽ സ്റ്റിൽ ഞാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഞാൻ അവിടെ ഇല്ല.
അതുപോലെ ഞാൻ വീടൊക്കെ വെച്ച് സെറ്റിൽഡ് ആവണമെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വന്നത് കൊണ്ട് അപ്പൊ നമ്മളെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന്റെ ഊർജത്തിലായിരിക്കും നമ്മളത് വെക്കുക എന്നുള്ളത് തിരിച്ചറിയാൻ ഈ 10 വർഷം എടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഇല്ല കേട്ടോ. ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ്. ചോദിക്കേണ്ട കാര്യം ചോദിക്കുന്ന ടൈമിൽ. പക്ഷെ ചില കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുക. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ സ്വയം മേക്ക് ഓവർ ചെയ്യാൻ എന്റെ ഈ ഒരു ലൈഫ് ജേർണി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ സാബിറ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടില്ലേ? അപ്പോ ഇനി എല്ലാവരും ഒറ്റയ്ക്കല്ല കേട്ടോ, അതായത് മനസ്സിലാകാൻ ക്ലാസ്സിൽ ഓരോരുത്തരോടും പറയുന്നുണ്ട്. ഞാൻ ആരും ഒറ്റയ്ക്കല്ല, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഓക്കെ, സോ മൈൻഡ് അപ്പ് ചെയ്യാം. സൈനോട്ട് പറയൂ. ഞാൻ പറയാം മാം. പറയണേ. ഇന്ന് നമ്മൾ ആഡ്വർബൽ ഫ്രേസ്, ആഡ്വർബൽ ക്ലോസ് ഇതിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആഡ്വർബ്. പിന്നെ ഒന്നിലധികം വേർഡ് കൊണ്ട് മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആഡ്വർബൽ ഫ്രേസ്. പിന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആഡ്വർബൽ ക്ലോസ് മനസ്സിലാക്കാനായിട്ട് ആ ഒരു സെന്റൻസിൽ അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബ് ആണോ എന്ന് നോക്കുക. അത് രണ്ടും അല്ലെങ്കിൽ ആഡ്വർബ് ആയിരിക്കും, ആഡ്വർബൽ ക്ലോസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് പഠിച്ചത്. പിന്നെ മാം നമ്മളെ ഇൻസ്പിറേഷൻ ചെയ്ത വ്യക്തിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറയാത്ത, എനിക്ക് ചിലപ്പോൾ വിഷമം വരും. എൻ്റെ ഹസ്ബൻഡും ഒപ്പം എൻ്റെ അമ്മയുണ്ട്. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും. ഞാൻ അതുകൊണ്ടാണ് ശരിക്കും പറയാത്തത്. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Okay, thank you so much. See you on the next class. Adverb in mock test ഉണ്ടാവും കേട്ടോ, അച്ഛൻ ചെയ്യാം. Okay, bye. താങ്ക് യു.